ചന്തയിലേക്ക് കടന്നു ചെന്നിട്ടോ റുമ്മാന് പഴമുണ്ടല്ലോ വാങ്ങുകയാ. സന്തോഷത്തോടെ തിരിച്ചു വരികയാ. തന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഫാത്തിമയ്ക്ക് അലിയാരുതങ്ങളോ പടച്ചവനെ പഴങ്ങളുമായിട്ടോ തിരിച്ചു വരുമ്പോ ഒരു യാചകനുണ്ടല്ലോ അലിയാരുതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ അലിയാരുതങ്ങളോട് പറയുകയാ, അലിയേ വിശക്കുന്നു അലിയേ, ദാഹിക്കുന്നു അലിയേ, ഭക്ഷണം വരുമോ അലിയേ? അലിയാര് തങ്ങൾ പറയുകയാ, ഭക്ഷണമില്ല, മാർഗമില്ല. അലിയാര് തങ്ങളോട് യാചകൻ ചോദിക്കുകയാ, നിങ്ങളെ കയ്യിലിരിക്കുന്ന റുമ്മാന് പഴമുണ്ടല്ലോ, എനിക്ക് തരുമോ അലിയേ, എനിക്ക് തരുമോ അലിയേ? അലിയാര് തങ്ങൾ പറയുകയാ, ഈ റുമ്മാന് പഴമുണ്ടല്ലോ എനിക്കുള്ളതല്ല, ഇതെന്റെ ഭാര്യക്കുള്ളതാ. യാചകനുണ്ടല്ലോ അലിയാര് തങ്ങളോട് പറയുകയാ, നിങ്ങൾ എനിക്ക് ഈ റുമ്മാന് പഴം തന്നു കഴിഞ്ഞാൽ ഇതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അലിയാര് തങ്ങളാ ഭക്ഷണം കൊടുക്കുകയാ, അലിയാര് തങ്ങള് പഴങ്ങൾ കൊടുക്കുകയാ. യാചകനതാ പഴങ്ങൾ കഴിക്കുകയാ. എന്നിട്ട് അള്ളാന്റെ സവിധത്തിലേക്ക് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പടച്ചവനെ അലിയാര് തങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതിന്റെ 10 ഇരട്ടി പ്രതിഫലങ്ങള് കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ അലിയാര് തങ്ങള് കയ്യിൽ പഴങ്ങളില്ലാതെ ഫാത്തിമയുടെ ചാരത്തേക്ക് അലിയാര് തങ്ങൾ പോകുമ്പോ അലിയാര് തങ്ങൾ വീടിന്റെ വാതിക്കലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, വീടിന്റെ വാതിക്കലുണ്ടല്ലോ റുമ്മാന് പഴമുണ്ടല്ലോ കവിഞ്ഞു കൂടുകയാ. പടച്ചവരെ അലിയാര് തങ്ങൾ ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയോട് അലിയാര് തങ്ങൾ ചോദിക്കുകയാ, ഫാത്തിമ ഇതെവിടം നാട് ഫാത്തിമ, ഈ റുമ്മാന് പഴമുണ്ടല്ലോ എവിടം നാട് ഫാത്തിമ? ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറയുകയാ, അലിയേ ഇത് നിങ്ങൾ കൊണ്ടുവന്നതാണ് അലിയേ, ഇത് ഞാൻ കൊണ്ടുവന്നതല്ല, ഇതെവിടം നാട് ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറയുകയാ, എനിക്കറിയില്ല, എനിക്കറിയില്ല. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാ, വരുന്നവരി യാചകന് ഞാൻ പഴങ്ങൾ കൊടുത്തപ്പോ യാചകനുണ്ടല്ലോ എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. ഫാത്തിമ ബീവി പറയുകയാ, അലിയേ അതിന്റെ കാരണമായിട്ടാണ് ഈ 10 ഇരട്ടി പ്രതിഫലമായിട്ട് അല്ലാഹു തന്നതെന്ന് പറയുമ്പോ റുമ്മാന് പഴം യാചകന് കൊടുത്തപ്പോ, റുമ്മാന് പഴം പാവപ്പെട്ടവന് കൊടുത്തപ്പോ അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു കൊടുത്തെന്ന് പറയുമ്പോ നിങ്ങളോട് സ്നേഹത്തിന് പറയുകയാ, പള്ളിക്ക് വേണ്ടി 1 രൂപ കൊടുത്താൽ, ഈ ഷീറ്റിന് വേണ്ടി 1 രൂപ കൊടുത്താൽ, ഇന്റർലോക്കിന് വേണ്ടി 1 രൂപ കൊടുത്താൽ, 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും കൊടുത്താൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. വെറുതെ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. പടച്ചവനെ ഏത് സമയത്തും മരണപ്പെടാമല്ലോ. റമളാനിന് 15ാമത്തെ നോമ്പ് കഴിയുമ്പോ മുസമ്മിൽ ഇർഫാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്, അല്ലാഹുവേ തന്റെ ഭാര്യക്കും മക്കൾക്കും മുത്തം കൊടുത്ത് പള്ളിയിലേക്ക് ക്ലാസ്സിന് പോയതാ. പടച്ചവനെ പോകുന്നത് വഴി ഒരു ഓട്ടോറിക്ഷയുമായിട്ട് ഇടിച്ചിട്ട് ഇന്നാ ലില്ലാഹ്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെന്ന് എന്റെ പ്രിയമുള്ളവരെ കാലം പറയുമ്പോ ജുനൈദ് ദാരിമി എന്ന് പറയുന്ന പണ്ഡിതരാ. പടച്ചവനെ പെരുന്നാളിന്റെ ദിവസമുണ്ടല്ലോ ഭാര്യയുമായിട്ട് സിയാറത്തിന് പോയ പ്രിയപ്പെട്ട പ്രിയതമ
പ്രിയതമനാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട പ്രിയതമനെന്ന് ഖബറിലാ, ഭാര്യക്ക് ബോധം വന്നിട്ടില്ല. അതാണ് മരണമെന്ന് പറയുന്നത്. ചെറുപ്പക്കാരാ, ഖബറിൽ കിടക്കുമ്പോ ഒരുപാട് അദാബുകൾ കടന്നു വരാം. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മാളവാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. എല്ലാവരും പോകും, ഖബറിൽ കൊണ്ടുവെക്കും. ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടുപലക ഇങ്ങനെ വെക്കും, മണ്ണിങ്ങനെ വാരിയിടും. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് ഞാനും നിങ്ങളും ഒറ്റയ്ക്കാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ നമ്മുടെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക, റബ്ബേ, എന്റെ വലത്തെ കൈയുടെ ഭാഗത്തു കൂടി വരുന്ന പ്രകാശം എന്താ? അല്ലാഹു പറയും, അങ്കടി മുഖറ് കമ്പാറ് പള്ളിക്ക് വേണ്ടിയിട്ട് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇന്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും കൊടുത്തവരാരാ? അവർക്കാണ് നാളെ ഖബറിന്റെ അകത്ത് വലത്തെ കൈയുടെ ഭാഗത്തു കൂടി ഒരു പ്രകാശം വരുന്നതെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാടൊന്നും ചോദിക്കണില്ല, ഒരുപാട് പൈസ ഒന്നും ഞാൻ ചോദിക്കണില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഇന്റർലോക്ക് ഇടണം. ബംബറാനിലുള്ള ഒരു സഹോദരൻ ആക്സിഡന്റ് ആയിട്ടുണ്ട്. അല്ലാഹുവേ, സീരിയസ് ആണ്. അല്ലാഹുവിന് ശമനം കൊടുക്കണേ അല്ലാഹ്. ഇപ്പൊ ആക്സിഡന്റ് ആയതാ കൈഫ്. അല്ലാഹുവിന് ശമനം നൽകണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാന് ഒരുപാട് പൈസ ഒന്നും ചോദിക്കണില്ല. 85 വീടേ ഉള്ളൂ, 85 വീട് ഇവിടെ ഉള്ളൂ. പക്ഷേ കൃഷിക്കാരാണ് അല്ലെ, കൃഷിക്കാരല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ഉള്ള കൃഷിക്കാരുടെ ഇല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകി ഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്ത് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. 1 സ്ക്വയർ ഫീറ്റിന് 50 അല്ല 100. 1 സ്ക്വയർ ഫീറ്റിന് 100 രൂപ. 10 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ 6 രൂപ. എത്ര സ്ക്വയർ ഫീറ്റാ വേണ്ടേ? 2000. റോഡിൽ വിടുന്നുണ്ടോ? 2.5 വേണം. 2.5 2500 വേണം ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, ഇന്ന പൈസ എപ്പോഴാ കിട്ടണ്ടേ? 2 മാസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അവർ തരൂല. 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. എങ്ങനെയാ? 150 സ്ക്വയർ ഫീറ്റ്. പേരെങ്ങനെയായിരുന്നു? 150. ഞങ്ങളുടെ നാട്ടിൽ 150 എന്ന് പറയും. പേരെങ്ങനെയായിരുന്നു? അമീർ ഹാജി. അപ്പൊ ഞാൻ പറയാ, നമ്മുടെ ഈ ചുറ്റുഭാഗം മൊത്തം എന്ത് ചെയ്യണം? നമുക്ക് അൽഹംദുലില്ലാ ഇന്റർലോക്ക് ഇടണം. 1 സ്ക്വയർ ഫീറ്റിന് 100 രൂപ വരുന്നത്. 1 സ്ക്വയർ ഫീറ്റിന് എത്ര വരുന്നേ? 100 രൂപ. അപ്പൊ ആദ്യമായിട്ട് അൽഹംദുലില്ലാ നമ്മുടെ എന്ത് ഹാജിയായിരുന്നു? അമീർ ഹാജി. അൽഹംദുലില്ലാ എത്ര? 150 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. സുർലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൽ ഖൽബിക സിൽസാനി സാൽ. നാദാ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ആദ്യമായി ആവേശത്തോടെ എണ്ണീച്ചുകൊണ്ട് 150 സ്ക്വയർ ഫീറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞ ഹാജിയാരാണ്? നാദാ ഹജ്ജിനി ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ കുടുംബാദികളല്ലാഹ്, മാതാപിതാക്കളല്ലാഹ്, ഉസ്താദന്മാര് അല്ലാഹ്, ഖബർ വിശാലമാക്കണേ നാദാ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, കടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവരെ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അപകടങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, കാലവിപത്തുകള് കൊടുക്കല്ലേ അല്ലാഹ്.
മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ, സ്വീകരിക്കണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. അൽഹംദുലില്ലാ. ആദ്യം 150 പറഞ്ഞു. ഉസ്താദേ ഇൻഷാ അല്ലാഹ് എന്റെ വക ഉസ്താദേ ഒരു 200 സ്ക്വയർ ഫീറ്റ് എന്ത് ഹാജി ഇന്ത്യൻ കുഞ്ഞ ഹാജി ഇന്ത്യൻ കുഞ്ഞ ഹാജി ആളങ്കാർ എത്ര 200 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ് റബീബഹു ലകിൻ അലൽ ഖൗമ ബിൽ ആറാഇറാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. പടച്ചവനെ രണ്ടാമതായി പേര് പറഞ്ഞ ഹാജിയാർ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. 200 സ്ക്വയർ ഫീറ്റ് ആണ് പടച്ചവനെ നാദാ, ഈ സാധുക്കൾ കൊടുക്കുന്ന സ്വതക്കയാണ്. കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ, റാഹത്തിലാക്കണേ അല്ലോ. പടച്ചവനെ ലോകത്തിന്റെ പ്രവാചകന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, അപകടങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുരിതങ്ങൾ കൊടുക്കല്ല അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലോ, റാഹത്തിലാക്കണേ അല്ലോ. അൽഹംദുലില്ലാ. 350 സ്ക്വയർ ഫീറ്റ് ആയി. അടുത്താരാ ഉസ്താദേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്ത് ഷാഫി? മുന്തൂതൽ ഷാഫി. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരാ വോളണ്ടിയർമാർ? ആരാളെ ആരും പോയിട്ടില്ല, പഠിച്ചവനും പോയിട്ടില്ല. അപ്പൊ അത് മാത്രം ഒരപ്പാ. ഒരാളെന്ത് ചെയ്യാ, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സ്ക്വയർ ഫീറ്റ് എന്ത് ചെയ്യാ എഴുതി വിടുക ഇൻഷാ അല്ലാഹ്. എന്ത് ഹാജിയായിരുന്നു? ഷാഫി എന്ന് പറഞ്ഞ സഹോദരൻ. അൽഹംദുലില്ലാ. 5000 രൂപ. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പടച്ചവനെ ഷാഫി എന്ന് പറയുന്ന സഹോദരനാണ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. 100 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഉമ്മാക്ക് സുഖമില്ല, ഉമ്മയുടെ വൈഫിന്റെ ഉമ്മാക്ക്. അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ പടച്ചവനെ ഹകീം എന്ന സാധുവായ സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവന്റെ പ്രിയപ്പെട്ട മാതാവിന് അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാതാവിന്റെ രോഗങ്ങൾക്കോ ശമനം കൊടുക്കണേ അല്ലാ, കടങ്ങൾക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ. അനുജന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ
കൊടുക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ, തഖ്വ കൊടുക്കണേ അല്ലാ, അദബ് കൊടുക്കണേ അല്ലാ. ഒരുപാട് ഭക്ഷണം നമ്മ വീട്ടുകാരാണ് റബ്ബേ, ഒരുപാട് സ്നേഹം നമ്മ വീട്ടുകാരാണ് റബ്ബേ. സ്വർഗത്തിലേക്കുള്ള മുതൽ കൂട്ടാകി മാറ്റണേ നാഥാ. അവന്റെ കച്ചവടങ്ങളില്, യാത്രകളില്, വീടുകളില്, ഭാര്യയില്, മക്കളില്, കുടുംബത്തില് അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. ഫാറൂഖ് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി അൽഹംദുലില്ലാ ഒന്ന് ചേർന്ന ഇന്ന് നമുക്ക് എന്തെങ്കിലും കഴിയും ഇന്റർലോക്ക് ഇടാൻ. 2500 സ്ക്വയർ ഫീറ്റ് അല്ലേ വേണ്ടേ? ഒരു കണക്ക് വേണേ, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 100 സ്ക്വയർ ഫീറ്റ്. ഫാറൂഖ് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരനാണ്. പടച്ചവനെ ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല, പേരറിയുന്നവൻ നീയാണ് റബ്ബേ. പേര് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഭാഗങ്ങളിലോ നീ പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാ. പടച്ചവനെ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറോ വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. പടച്ചവനെ മദീന കാണാതെ മരിപ്പിക്കല്ല റബ്ബേ, ഫാറൂഖിനെ ഹജ്ജ് ചെയ്യാതെ മരിപ്പിക്കല്ല റബ്ബേ. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ റബ്ബേ, ബദരീങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാ. ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാ. അസീസ് 100 സ്ക്വയർ ഫീറ്റ് പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. പാവങ്ങളാ റബ്ബേ, ഉള്ളത് കൊണ്ട് തരുന്നവരാ റബ്ബേ. 85 വീടുള്ള മഹല്ലാണ് റബ്ബേ. ഈ സാധുക്കൾ തരുന്ന പൈസയാണ് റബ്ബേ. അസീസ് എന്ന് പറയുന്ന സഹോദരനാണ്, 100 സ്ക്വയർ ഫീറ്റ് ആണ്. നാദാ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. പടച്ചവരെ നരകം കൊടുക്കല്ല അല്ലാ, സ്വർഗം കൊടുക്ക റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്ക റബ്ബേ, ഹൗദുൽ കൗസ് കൊടുക്ക റബ്ബേ, ഹൗദുൽ കൗസർ കൊടുക്ക റബ്ബേ. കടങ്ങൾ കൊടുക്കല്ല അല്ലാ, ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാ, രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നാളെ കരയരുത് ഉസ്താദെ, കിട്ടിയില്ലെന്ന് പറയരുത്. മുഹമ്മദ് 2000 രൂപ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരനാണ്. ഉസ്താദേ ഉള്ളതിൽ നിന്ന് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2000 രൂപ അല്ലാഹു 2000-ന് പകരമായി കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവരെ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. എവിടെ വഅ്ള് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലങ്ങൾ കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അഹമ്മദ് കുട്ടിയാ, അമ്മൂട്ടിയാ, അഹമ്മദ് കുട്ടി എത്ര? 2000 രൂപ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഹോദരനാണ്, 2000 രൂപയാണ്. നാദാ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ.
റാഹത്തിലാക്കണ അല്ലാ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. പടച്ചവനെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറ് വിശാലമാക്കണേ ദാദാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. റഫീഖ് അവിടെ പോയിട്ടുണ്ടോ? ആരാ പോയ? ഒരു പെണ്ണ് പോയിട്ടുണ്ടോ? വേറൊന്നുമല്ല, അത്രയും പേര് അവിടെ ഇരിക്കണേ. ഇപ്പോൾ ഓർക്ക് തരാൻ ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ നിങ്ങളാണ് നരകത്തിൽ പോകും. അതെ, പള്ളിക്കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്വർഗം മാത്രമല്ല നരകത്തിലും സാധ്യത. അപ്പം എന്ത് ചെയ്യാ, പോയി ആരാന്ന് വെച്ചാൽ പോയിട്ട് ചോദിച്ചോ. ഇൻഷാ അല്ലാഹ് പോയില്ലേ? ഒന്നെന്താ അവിടെ ഇരുട്ടാണ്, മൊത്തം ലൈറ്റ് ഇട്ട് കൊടുക്കുക. കാരണം എഴുതണ പൂജ ഒന്നും കറക്റ്റാവില്ല. പിന്നെ ഒന്ന് എല്ലാവരും കറുത്ത ബർദയാണ്. ചിലപ്പോൾ നീ കുരിഞ്ഞൊക്കെ ഇരിക്കും. ഉസ്താദ് ആള് വരുമ്പോൾ പേര് എഴുതണമെന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അവിടെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും കഴിയും. ആ എഴുതണ മക്കൾക്ക് എഴുതാൻ കഴിയും. അപ്പം ആരാ ലാസ്റ്റ് പറഞ്ഞത്? റഫീഖ് 5000. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ പടച്ചവനെ, റഫീഖ് എന്ന് പറയുന്ന സഹോദരനാണ്. 5000 രൂപയാണ് റബ്ബേ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ, റാഹത്തിലാക്കണേ അല്ലോ. ഉസ്താമാർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ജലീൽ എന്ന സഹോദരൻ ആദ്യം കൊണ്ടുവന്ന മൂപ്പര അല്ലെ? ഫസ്റ്റ് തുടങ്ങി വെച്ച മൂപ്പര ഉസ്താമാരുടെ അന്നദാതാവാണ്. 500 എനിക്ക് വേണ്ട ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ ജലീൽ അല്ലെ, അതാണ് മൂപ്പർ ഇങ്ങനെ ഇടയ്ക്കിടെ കൂടി വന്ന് വെള്ളമൊക്കെ ഒഴിച്ചേർന്ന്. കാരണം ഉസ്താമാർക്ക് ഹിദ്മത്ത് ചെയ്യുന്നവർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവല്ലോ. അപ്പൊ ജലീൽ എന്നല്ലേ പേര്. മൂപ്പര് കല്യാണമൊക്കെ കഴിഞ്ഞ മക്കളൊക്കെ ഈ നാട്ടുകാരനല്ലേ? അല്ല, മുഗ്രാല. ഇവിടെ എങ്ങനെ സമയത്ത് ഭക്ഷണം എത്തിക്കാൻ എങ്ങനെ? ഇവിടെ താമസം? അല്ല, ഉസ്താദ് ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ ബൈക്കോടെ ഇറങ്ങേണ്ടി വരും. ഇൻഷാ അല്ലാഹ് 500 രൂപ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ജലീൽ എന്ന് പറയുന്ന സഹോദരനാണ്. 500 രൂപ ഞങ്ങൾക്ക് വലുതാണ് പടച്ചവനെ. പടച്ചവനെ, നീ കൊടുത്ത സമ്പത്തിൽ നിന്നാണ് അല്ലാഹുവേ ആലിമീങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കയ്യാണ്, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ആ സ്നേഹബന്ധം ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള മുതൽ കൂട്ടാക്കണേ അല്ലാ. ജോലിയിലെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിലോ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാറ് മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. നവാസ് പള്ളി കമ്മിറ്റിക്കും കൊടുക്കാട്ടോ സ്ക്വയർ ഫീറ്റ് ഒക്കെ നോക്കിയോ, എല്ലാവരും നോക്കിയോ. നവാസ് 50 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, നവാസ് എന്ന് പറയുന്ന സഹോദരൻ ആരാണെന്നറിയില്ല, പേരറിയുന്നവൻ നീയാണ് റബ്ബേ. പേര് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുന്ന വിഭാഗങ്ങളിൽ പെടുത്തണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, സാധുക്കളാണ് പടച്ചവനെ. നവാസ് എന്ന് പറയുന്ന സഹോദരന്റെ ബിസിനസ്സിൽ
ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളും മാതാപിതാക്കൾ ഉസ്താദന്മാർ അല്ലാഹുവേ കൂട്ടുകാർ ഖബർ വിശാലമാക്കണേ അല്ലാ. അപകടങ്ങൾ ദുരിതങ്ങൾ കൊടുക്കല്ല അല്ലാ. ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന വിഭാഗങ്ങളിൽ പെടുത്തണേ നാദാ. മദീനയും മക്കയും കാണാതെ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ല അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. സിദ്ദീഖ് 2000 രൂപ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഉള്ളതുപോലെ തരുന്നുണ്ട് റഹ്മാനേ. അല്ലാഹു ഇന്റർലോക്ക് ഇടാനാണ് റബ്ബേ. ഈ പള്ളിയിലേക്ക് ഇന്റർലോക്കിലൂടെ പാവങ്ങൾ ചവിട്ടി കയറുമ്പോ, മദ്രസയിലേക്ക് മക്കൾ ചവിട്ടി കയറുമ്പോ അതിന്റെ പ്രതിഫലങ്ങൾ ദാദാ സിദ്ദീഖിന്റെ ജീവിതത്തിലേക്ക് കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ നാദാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉണ്ടോ അവിടെ ആരാ പോയെ? എഴുതുന്നുണ്ടോ? ഉറപ്പാണ്. ആരാ? യൂസുഫ്. നമ്മുടെ അസീസ് കാട ജ്യേഷ്ഠൻ യൂസുഫ്. 2000 രൂപ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. ഉപ്പ മരിച്ചു. അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ഇന്ന് ഭക്ഷണം നമ്മ കൂടെ പറപ്പീങ്ങളാണ്. മൺമറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആലിമീങ്ങളെ നെഞ്ചത്ത് ചേർത്ത് വെക്കുന്ന കുടുംബമാണ്. പടച്ചവനെ നിലനിർത്ത് റബ്ബേ, ഖൈർ കൊടുക്ക് റബ്ബേ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഖബറിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ നീ കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണേ നാദാ. പടച്ചവനെ ആ വീട്ടുകാർക്ക് ഖൈറിന്റെ കവാടങ്ങൾ കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. അവരെ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. രോഗങ്ങൾ അപകടങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ കാലവിപത്തുകൾ കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ഉമ്മാട് ഉപ്പാട അൽഹംദുലില്ലാ. ഉമ്മാട് ഉപ്പാടെ പേരിൽ 500 രൂപ. 500 രൂപ. അല്ലാഹു നീ ഖബർ വിശാലമാക്ക് റബ്ബേ. ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ചെയ്യുന്ന സ്വതക്ക കണ്ടുകൊണ്ട് അല്ലാഹുവേ ഞാൻ വളർത്തി വലുതാക്കിയത് വെറുതെ ആയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥയാ മാതാപിതാക്കളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കളെയും ഈ മക്കളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ നാദാ. പടച്ചവനെ അവർക്ക് നീ ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ. അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. ഇഖ്ലാസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഷരീഫ് അക്ഷയോ അക്ഷയോ വേറെ ഞാൻ പറഞ്ഞേ എനിക്ക് പങ്കില്ല പേര് തെറ്റിച്ച് പറഞ്ഞതിന് അലിഖാൻ കാണും പങ്ക് എനിക്കല്ല. ഇൻഷാല്ലാ ഷെരീഫ് എച്ച് എത്ര
രൂപ. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഷരീഫ് എന്ന് പറയുന്ന സഹോദരനാണ്, ആരാണെന്നറിയില്ല. നാദാ പേര് വിളിച്ചുകൊണ്ട് സ്വർഗം കൊടുക്ക റബ്ബേ, ഹൗദുൽ കൗസർ കൊടുക്ക റബ്ബേ, അർശിന്റെ തണൽ കൊടുക്ക റബ്ബേ, ഈമാൻ കൊടുക്ക റബ്ബേ. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കടങ്ങൾ കൊടുക്കല്ലേ അല്ലോ, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ നാദാ. ഞാൻ ആലോചിച്ചിരിക്കുക എന്താ കൊടുക്കാതെ ഇനിയും കൊടുത്തില്ലേ ഞാൻ തോണ്ടണമെന്ന് വെച്ചാ. മുപ്പര് പ്രസിഡന്റാ മമ്മദ് ക, അപ്പൊ സെക്രട്ടറി ആരാ? ചോദിച്ചോ എത്ര കൊടുക്ക, ചോദിച്ചോ. മമ്മദ് ക. അൽഹംദുലില്ലാഹ് 5000 റുപ്യ അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ റാഹത്തിലാക്കണേ റബ്ബേ. പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാ റബ്ബേ, ഒരുപാട് നിയ്യത്ത് പറഞ്ഞു റബ്ബേ, ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലാ, നീ സ്വീകരിക്കൂ റബ്ബേ. അദ്ദേഹത്തിന്റെ മൺമറഞ്ഞു പോയ കുടുംബാദികളും മാതാപിതാക്കളും കൂട്ടുകാര് പലരും ഖബറിലാണല്ലോ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട കുടുംബാദികളുടെ ഖബറോ സ്വർഗ്ഗമാക്കണേ അല്ലാ. പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിന് പകരം നീ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാ. അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, രോഗങ്ങൾക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ, കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഹൗദുൽ കൗസർ കൊടുക്കുന്ന വിഭാഗത്തിൽ, പേര് വിളിച്ച് സ്വർഗ്ഗത്തിൽ കടത്തുന്ന വിഭാഗത്തിൽ പെടുത്തണേ നാദാ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അബ്ദുറഹ്മാൻ പള്ളി കമ്മിറ്റിയല്ലേ സെക്രട്ടറി? ചോദിച്ചോ അബ്ദുറഹ്മാൻ 10,000 രൂപ. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരനാണ്, പടച്ചവനെ ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. ഉസ്താദ് എന്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറിലേക്കാണ് അല്ലാ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ, ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിദീങ്ങളാക്കണേ അല്ലാ, അദബുള്ളവരാക്കണേ അല്ലാ, ഈമാനുള്ളവരാക്കണേ അല്ലാ, ഇഖ്ലാസുള്ളവരാക്കണേ അല്ലാ. പടച്ചവനെ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, കീറിമുറിക്കുന്ന രോഗങ്ങൾ കുടുംബത്തിൽ കൊടുക്കല്ല റബ്ബേ നാദാ. അപകടങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഹജ്ജ് ഉംറയും ചെയ്യാതെ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അസീസ് എന്ന് പറയുന്ന സഹോദരൻ 2222 രൂപ. ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, വാപ്പ മരിച്ചുപോയി. അല്ലാഹുവേ വാപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കപ്പലിലാണ് ജോലി ചെയ്യുന്നത്, സമാധാനം കൊടുക്കണേ അല്ലാ. അപകടങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ കാലവിപത്തുകളോ പ്രകൃതി ദുരന്തങ്ങളോ കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ ഇൽമ കൊടുക്കണേ അല്ലാ, മനസ്സിന് നീ ഖുവ്വത്ത് കൊടുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. പേര് പറയാതെ
പറയാത്ത ആള് 2000. സെക്രട്ടറി 5000 ഓർപ്പിച്ചില്ലേ? നമ്മുടെ പേരെന്താ? മുഹമ്മദ് ആളങ്കാട്. അത് നേരത്തെ തന്ന, ഇപ്പൊ തന്നല്ലേ? മുഹമ്മദ് ആളങ്കാട് 5000. പേര് പറയാത്തൊരു സഹോദരൻ 2000. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പടച്ചവനെ പേര് പറയാത്ത സഹോദരനാണ്, സ്വർഗം കൊടുക്ക് റബ്ബേ, ഈമാൻ കൊടുക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, അപകടങ്ങൾ കൊടുക്കല്ല അല്ലാ, കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ, പടച്ചവനെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ 100 സ്ക്വയർ ഫീറ്റാണ് നാദാ. അദ്ദേഹത്തിന്റെ മൺമറഞ്ഞു പോയ ആരെല്ലാം ഉണ്ടോ പേരറിയുന്നവൻ നീയാണ് അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കടേ അല്ലാ, സ്വർഗം കൊടുക്കടേ അല്ലാ. ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിലോ ബറക്കത്ത് കൊടുക്കടേ അല്ലാ, ഇൽമു കൊടുക്കടേ അല്ലാ. പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ഖിദ്മാത്തുകളും അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിന് കാരണമാക്കണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കുടുംബ ജീവിതത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ജമാല്, ഞാനടുത്ത് ജമാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ വാപ്പാണ് ലൈവിലെങ്ങാനും കേട്ടാ. ജമാല് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് മരണപ്പെട്ടു. ഇതാ എത്ര സ്ക്വയർ ഫീറ്റ്? 2000. അല്ലാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. ജമാൽ എന്ന് പറയുന്ന സഹോദരനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിലേക്കാണ് നാദാ. ഉപ്പ മരണപ്പെട്ടു പോയതാണ്, ഉമ്മ ജീവിച്ചിരിക്കുന്നതാണ്. അല്ലാഹുവേ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മിച്ചാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഇനിയുണ്ടോ? ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് പോയെന്ന് പറഞ്ഞു, ലിസ്റ്റ് വന്നിട്ടില്ല. പെണ്ണുങ്ങളുടെ ഭാഗത്തുള്ള ലിസ്റ്റ് വന്നിട്ടില്ല. അളിയന്റെ പേരെന്താ? ഷരീഫ് എന്ന് അബുദാബിന്ന് 10,000 രൂപ. വീട് ഞാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഷരീഫ് എന്ന് പറയുന്ന സഹോദരനാണ് 10,000 രൂപയാണ്. അൽഹംദുലില്ലാഹ് കബൂലാക്കണേ അല്ലാ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. വീടിന്റെ പണി ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പ്രവാസിയാണ്, സംരക്ഷണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കുടുംബ ജീവിതത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലോ. ആഖിബത്ത് നന്നാക്കണേ അല്ലോ. രോഗങ്ങൾ കൊടുക്കല്ല റബ്ബേ. നാദോ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ല അല്ലാ. അപകടങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ കാലവിപത്തുകളോ കൊടുക്കല്ലേ അല്ലാ.
അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പെണ്ണുങ്ങളുടെ ഭാഗത്ത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരിക ഇൻഷാ അല്ലാഹ്. കാരണം ഓര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരാ? ജൗഫറ. എങ്ങനെ? അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ജൗഫറ അന്നേ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ ജഅഫറിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എന്റെ കൂടെ നിഴല് പോലെ എവിടെയുണ്ടെങ്കിലും അതിനു വേണ്ടി കൂടപ്പറപ്പിനെ പോലെ കടന്നു വരുന്ന സഹോദരനാണല്ലോ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, അവന്റെ കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. കടയുടെ പണികളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ജ്യേഷ്ഠനാകുന്ന ഹബീബിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ റബ്ബേ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ആക്കണേ അല്ലാഹ്. ഭാര്യക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ജഅഫറിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരുപാട് ഭക്ഷണം തന്നവരാണ് റബ്ബേ, ഒരുപാട് വസ്ത്രമലക്കിയവരാണ് റബ്ബേ, ഒരുപാട് സ്നേഹം തന്നവരാണ് റബ്ബേ. ഖൈറിലാക്കണ അല്ലാഹ്, ഇടങ്ങേട് കൊടുക്കല്ലേ അല്ലാഹ്, സാമ്പത്തിക പ്രതിസന്ധി കൊടുക്കല്ലേ അല്ലാഹ്. കിട്ടാനുള്ളതെല്ലാം നീ എളുപ്പത്തിലാക്കണ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാർ. അവിടെ പോയില്ലേ? അവിടെ ഇല്ലാന്നിട്ട അവർ കൊടുക്കാനുണ്ട അങ്ങനെ പേര് പറയാത്തൊരു സഹോദരൻ 50 സ്ക്വയർ ഫീറ്റ്. ഹക്കീമേ ഒന്ന് കയറി നോക്കി, അവിടെ ആരോ നോക്കി. ഒന്നുമില്ലേ, നിന്റെ പെണ്ണുകളെ മടിച്ചിട്ടുണ്ടോ? പോട്ട് ഇല്ല, ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടൂല കേട്ടോ. ഞാൻ എല്ലാ ദിവസവും അതിനോട് പറയാ, ഇവിടുന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും എത്തി നോക്കാൻ ഭയങ്കര സുഖ. ഈ വയലല്ലാത്ത ദിവസമൊക്കെ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി എത്തി നോക്കാൻ എല്ലാവർക്കും രസമാണ്. ഈ വയല് നടക്കുന്ന സമയത്ത് ഒന്നകത്ത് കേട്ട് പേപ്പർ മേടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാ. അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യാ, ഒന്നകത്ത് കയറിയിട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവരാ, കിട്ടിയാ കിട്ടി, പോയാ പോയി അല്ലെ. ഈ ഇന്റർലോക്ക് ഇവിടെ ഇടുമ്പോ ഈ ഇന്റർലോക്കിൽ ചവിട്ടിയിട്ട് ആ മക്കൾ മദ്രസയിൽ കയറാ അല്ലെ. അപ്പൊ നിങ്ങളൊരു ദിവസം ഞങ്ങളുടെ മക്കളെല്ലാം പറയും, ഞങ്ങളുടെ മക്കളല്ലോ, അതെനിക്കറിയത്തില്ല. അവൻ ഞാൻ പറയണത് ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്ന മക്കള് ഇതിൽ ചവിട്ടിയിട്ടാണ് മദ്രസയിൽ കയറണത്. അപ്പൊ എന്ത് ചെയ്യാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ കൊടുക്ക. പേര് പറയാത്തൊരു സഹോദരൻ 50 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പേര് പറയാത്ത സഹോദരനാണ്, 50 സ്ക്വയർ ഫീറ്റാണ്. നാദാ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറു വിശാലമാക്കണേ റബ്ബേ, സ്വർഗ്ഗം കൊടുക്കൂ റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കൂ റബ്ബേ, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇല്ല അപ്പൊ അവിടെ പേപ്പർ പോയിട്ടുണ്ടാവില്ല. ഖാലിദ് ഹാജി 25 ചാക്കോ 25,000 റുപ്യ. ഖാലിദ് ഹാജി
25,000 അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു തീരുകയാണ്. പടച്ചവനെ, ഖാലിദ് ഹാജിയുടെ പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ കുടുംബാദികളും മാതാപിതാക്കളും കൂട്ടുകാർ സ്നേഹനിധികൾ ഗുരുനാഥന്മാർ മഹൽ നിവാസികൾ അല്ലാഹ് ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, നാദാ നരകം ഹറാമാക്കണേ അല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹ്. വേറൊന്നും കൊടുക്കല്ലേ റബ്ബേ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മുഹമ്മദ് മുഹമ്മദ് 2000 രൂപ. അല്ലാഹു നീ സ്വീകരിക്കൂ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ കുടുംബാദികളും മാതാപിതാക്കളും എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കൂ റബ്ബേ, മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ദാമ്പത്തിക ജീവിതത്തിലും മക്കളില് ബിസിനസ്സില് കച്ചവടത്തില് വാഹനത്തില് എല്ലാ യാത്രകളിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അലീച്ചടവക 5000 രൂപ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, അലി എന്ന് പറയുന്ന സഹോദരനാണ്, ഇത്രയും നേരം ഓടി നടന്ന സഹോദരനാണ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. 5000 രൂപയാണ് നാദാ, വീട്ടിലെ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്, മക്കളുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാൻ മരിപ്പിക്കല്ലേ അല്ലാഹ്, കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ഈ സ്നേഹബന്ധം സ്വർഗത്തിലേക്കുള്ള മുതൽ കൂട്ടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ്, സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ്, ദീനിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്. അതിനെല്ലാം സർവ്വവിധ പ്രതിഫലങ്ങള് നീ കൊടുക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനെ. അലി എന്ന് പറയുന്ന സഹോദരന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പെണ്ണുങ്ങളെ അപ്പൊ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാ, നാളെ വരുമ്പോ എന്ത് ചെയ്യാ, എഴുതിക്കൊണ്ട് വരിക, കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കും. ഇപ്പൊ ഏകദേശം കിട്ടിയിട്ടില്ലേ? ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് തന്നെ ഉണ്ടാവും? എത്ര? ഭക്ഷണം എടുത്തെടുത്ത് ഉസ്താദിന്റെ ദുആയാ. എത്ര സ്ക്വയർ ഫീറ്റ്? 1000. നിങ്ങൾ 500 കൊടുത്തോണ്ടിട്ട് എത്ര കിട്ടിയ? അതല്ലെന്നേ, നിങ്ങൾ 500 കൊടുത്തില്ലേ, ഫസ്റ്റ് കൊടുത്ത് നിങ്ങളാ. അതുകൊണ്ടാണ് ഇവരൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞത്. പ്രസിഡന്റ് പോലും കൊടുത്തതുകൊണ്ട് ശമ്പളം ഇല്ല. പറ്റില്ല. വെറുതെ ആക്കിയത് എന്താ അറിയോ, ചോറിൽ വിമ്മൊക്കെ കലക്കും. ഒന്ന് കൂട്ടിയേ സ്കോർപ്പിയോ. ക്യാഷ് ആയിട്ട് 88,000. 8 എന്ന് പറഞ്ഞാൽ 800. അപ്പൊ 88,000 എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? 1200 സ്ക്വയർ ഫീറ്റ് ആയി. അപ്പൊ ബാക്കി എന്ത് ചെയ്യാ, പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർത്ത 2500 സ്ക്വയർ ഫീറ്റ് വരെ. അത് ഇനിയിപ്പോ ഒരു 1600 സ്ക്വയർ ഫീറ്റ് ആയില്ലേ? ഇപ്പൊ 1400 സ്ക്വയർ ഫീറ്റ് ആയി. അല്ല, 1400 സ്ക്വയർ ഫീറ്റ് ഇപ്പൊ 1600 സ്ക്വയർ ഫീറ്റ് ആയി. 400, 2000 ആയി. പിന്നെ അപ്പൊ ഒരു 900 സ്ക്വയർ ഫീറ്റ് ഇനി വേണം. 2500 അല്ലേ വേണ്ടേ?
1600 എനിക്കെങ്കിലും കിട്ടുമല്ലോ എൻ്റെ കൂലി. ഇൻഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എല്ലാവരും പറഞ്ഞു ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാ, അപ്പോൾ അതിങ്ങനെ വെക്കട്ടെ എന്ന് വെച്ചിട്ട് ഇൻഷാ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണേ അല്ലാ. അപ്പോൾ 1600 സ്ക്വയർ ഫീറ്റായി, 2500 സ്ക്വയർ ഫീറ്റ് മൊത്തം വേണം, ഇനി 900 സ്ക്വയർ ഫീറ്റ് വേണം. ഇനി ഉണ്ടോ ആരെങ്കിലും ഈ അവസാന ചീറ്റിയ പടക്കം പൊട്ടണത് പോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നീ സ്വീകരിക്കുക റഹ്മാനെ. ഇതൊക്കെ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇവിടെ ഇത്രയും പേരുണ്ട്. പൈസ ഇവിടെ ഓൺലൈനിൽ വന്നായിരിക്കും അല്ലേ? അല്ല, ഇവിടെ ഇത്രയും പേരുണ്ട്, കുറേ പേര് പൈസ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഓൺലൈനിലൊക്കെ വന്നായിരിക്കും അല്ലേ? ഓൺലൈനിൽ 3 ചെറുപ്പക്കാരും പിന്നെ ഉസ്താദ്മാർക്ക് ഹദിയ കൊടുത്ത സഹോദരങ്ങൾ അല്ലാഹുവേ അവരെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ. ഒരു സഹോദരൻ ദുആ ചെയ്യാനായിട്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മൺമറഞ്ഞ കുടുംബാദികൾ ഖബർ നീ വിശാലമാക്ക റബ്ബേ, നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ, നരകം നീ ഹറാമാക്കണേ റഹ്മാനെ. എന്തെല്ലാം വിപത്തുകളുണ്ടോ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇനിയിപ്പോൾ എത്ര വേണം? 900 സ്ക്വയർ ഫീറ്റ് വേണം. അത് ഏതെങ്കിലും ഒരു താത്ത 2 വളം ഊരിയാലേ തീരാന്നേ ഉള്ളൂ, ഊരി കൊടുത്താൽ തീരും ഇൻഷാ അല്ലാ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ. അപ്പം നീ നാളെ വരുമ്പോൾ മച്ചാനോട് ചോദിക്ക, ഇച്ചാനോട് ചോദിക്ക എത്രയാ കൊടുക്കാന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാ, നാളെ വന്ന് ഉസ്താദിനെ കൊടുക്ക ഇൻഷാ അല്ലാ. അല്ലാഹു നീ സ്വീകരിക്ക റഹ്മാനെ. ആവൂലേ 900 സ്ക്വയർ ഫീറ്റ് ഒക്കെ നാളെ ആവൂലേ? ഇനി ഉണ്ടാരെങ്കിലും ഉണ്ടോ? ഞാനും ഉണ്ടാവൂല, ഏകദേശം ഊരി. ഇൻഷാ അല്ലാ. അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്കണം. അപ്പൊ നാളെ വരുന്ന ഉസ്താദിനെ എന്ത് ചെയ്യാ, ബാക്കിയും കൂടെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാ ഇന്റർലോക്ക് ഇടുക. പെട്ടെന്ന് ഇടൂലേ? ഇന്റർലോക്ക് പെട്ടെന്ന് ഇടൂലേ? പൈസ ഇട്ടിടും, 2 മാസത്തിനുള്ളിൽ ഇടും. ഇവിടെ ഇടും, പള്ളിയുടെ മുമ്പ് ഇടുന്നുണ്ടാ? പള്ളിയുടെ മുമ്പ് ചെയ്തു, ഇവിടം വരെ ഓരോ കൊല്ലം ഓരോ പ്രവർത്തനം ചെയ്ത് തരുമല്ലേ? ഇൻഷാ അല്ലാ. അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ. ഇനി ഇതിൽ കടമുണ്ടോ? 30,000 റുപ്യ ഇൻഷാ അല്ലാ. അല്ലാഹു നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു നീ കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ ഫാനൊക്കെ സ്പോൺസർ, ഫാനും ലൈറ്റും ഒക്കെ സ്പോൺസറാ? അതോ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടോ? ഈ ഫാനൊക്കെ നമ്മളെ ലൈറ്റൊക്കെ അല്ലാഹു അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. ഇനി ആ സൈഡിൽ നിൽക്കണ മലക്കളൊക്കെ ഒന്ന് കയറിയിരുന്നേ. തീരും റഹ്മാന്. കോടി നമ്മളോട് നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അതല്ല റഹ്മാന്റെ സർവത്ത് ഒരാഴ്ച ഗൾഫിൽ പോയി. അല്ലാഹു നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. നന്മകൾ നീ ചുറ്റിനു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു അവന്റെ മൺമറഞ്ഞ കുടുംബാത്തിൽ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. ദ്വാരക്കാവേ ഇൻഷാ അല്ലാ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, പൈസ എന്ത് ചെയ്യുക, പെട്ടെന്നൊരു 2 മാസത്തിനുള്ളിൽ കൊടുത്താൽ 3 മാസത്തിനുള്ളിൽ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ അൽഹംദുലില്ലാ അടുത്ത കൊല്ലം അത് നടത്തുമ്പോൾ ഇവിടെ അതുണ്ടാകണം. അപ്പൊ ഇൻഷാ അല്ലാ അല്ലാഹു ഖൈറിലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇനി 900 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാല് അത് ദുആ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും കൂടി ഒന്നും കൂടി മനസ്സ് വെച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാ, അത് സുഖമായിട്ട് ഇടാൻ കഴിയും. അപ്പൊ ഇൻഷാ അല്ലാ അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പൈസ ഇല്ലാന്നിട്ടാ ചില ആൾക്കാരൊക്കെ പറയും, ഉസ്താദ് ഞങ്ങളുടെ പൈസ ഇല്ല ഉസ്താദ്, എന്നിട്ടാ കൊടുക്കാത്തെ? പൈസ ഇല്ലാത്തോണ്ടാ കൊടുക്കാത്തെ? ഞാൻ ചോദിക്കട്ടെ, പൈസ വേണോ? ഇപ്പൊ എന്നോട് വന്നിട്ട് ഒരാൾ പറയും ഉസ്താദെ പൈസ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ വേണമെന്ന് പറയും. കാരണം എന്തേ, ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? വേണം. പള്ളിയിൽ ഉസ്താദിനോട് വന്നിട്ട് പള്ളിയുടെ പ്രസിഡന്റ് വന്നിട്ട് പറയാ ഒരു 2000 രൂപ ശമ്പളത്തിൽ കൂട്ടട്ടെ എന്ന് വെച്ച് ഉസ്താദ് വേണ്ടെന്ന് പറയാം? ഉസ്താദ് അറിയാം, ഉസ്താദിന്റെ ശമ്പളത്തിൽ പ്രസിഡന്റ് വന്നിട്ട് പറയാ ഒരു 2000 രൂപ കൂട്ടിത്തട്ടെന്ന് വെച്ചാൽ ഉസ്താദ് വേണ്ടെന്ന് പറയാം? ഇല്ല, പറയൂല. കാരണം എന്തേ, മൂപ്പര് നോക്കി എനിക്ക് കൂട്ടണില്ല ഉസ്താദ്. ഇൻഷാ അല്ലാ അല്ലാഹു ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ എന്നോട് വന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൻ ചോദിക്കുക ഉസ്താദെ ഒരു 2000 രൂപ കൂട്ടിത്തരണമെന്ന് വെച്ചാൽ ഞാൻ പറയും 2000 പോരാ 5000 രൂപ വേണമെന്ന് പറയും അല്ലേ? ഇപ്പം ഇവിടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഉസ്താദ്മാരോടൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ശമ്പളം കുറവാണ് ഉസ്താദ്മാർക്ക്. എണ്ണയ്ക്ക് വില കൂടി, മണ്ണെണ്ണയ്ക്ക് വില കൂടി, റേഷൻ കടപ്പിൽ അവിടെയും വില കൂടി. ഇപ്പോഴും കൂടാത്തൊരു സാധനം ഉസ്താദിന്റെ ശമ്പളം. ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നോട് വന്നിട്ട് അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞാൽ ഉസ്താദിന്റെ ശമ്പളത്തിൽ ഭയങ്കര ബർക്കത്താ. അതെന്തേ, ഉസ്താദിന് വണ്ടിയുണ്ട്, ഉസ്താദിന്റെ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയുണ്ട്, ഉസ്താദിന്റെ പേഴ്സ് എപ്പോഴും നോക്കി 500 ആയിരിക്കണേ. ആ ഉസ്താദിന്റെ ശമ്പളത്തിന് ഭയങ്കര ബർക്കത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നൊരു കാര്യം ചെയ്യും,
നിങ്ങളുടെ ശമ്പളം എനിക്കെന്നോ, എൻ്റെ ശമ്പളം നിങ്ങളും വെച്ചോ. അത് വെച്ചില്ല പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ അല്ലേ. അല്ലാഹുവേ നിങ്ങൾ കൊടുക്കുക. ഞാൻ ഒരു പ്രസിഡന്റ് പോക്കറ്റിൽ നിന്ന് മാത്രം പൈസ ഇട്ടാ നടക്കോ? കാര്യം നടക്കോ? ഇല്ല. ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാഹ് പള്ളിക്ക് കോംപ്ലക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു മാസം 350 റുപ്യല്ലേ നമ്മൾ മേടിക്കുന്നത്. ഈ 350 തന്നെ കൊടുക്കാത്തവരുണ്ടാവൂലേ? അതൊക്കെ സാഹചര്യം കൊണ്ട് കൊടുക്കാത്തവരാ. പക്ഷെ അതൊക്കെ പിടിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? മരിപ്പ്, കല്യാണം അല്ലേ? ഇത് വരുമ്പോ പ്രസിഡന്റ് അന്നൊരു ബുക്ക് ഇങ്ങനെ തട്ടിപ്പറിച്ചെടുക്കും, ഇങ്ങനെ അലമാരയിൽ. അപ്പൊ നമ്മളിങ്ങനെ തുമ്മിപ്പോ നോക്കും, നമ്മളിങ്ങനെ തുമ്മിയിട്ട് ഇങ്ങനെ നോക്കണ സമയത്ത് പഠിച്ചവനെ എന്താ നമ്മൾ കൊടുക്കാനുള്ള കടക്ക് ഇങ്ങനെ പ്രസിഡന്റ് എടുക്കും. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ കൊടുക്കാനുള്ള പൈസക്ക് എന്ത് ചെയ്യാ? കൊടുത്തു തീർക്കുക. അപ്പൊ ഞാൻ പറയാ, പൈസ എല്ലാവർക്കും വേണ്ടേ? ഇനി പൈസ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കിയപ്പോ അതിനുണ്ടോ? എല്ലാവർക്കും വേണ്ട. ഒരാളുണ്ട്, എന്നാ നീ ചെവി പൊത്തിക്കോ, നീ കേൾക്കണ്ട. ഈ ഒരു ദിക്ർ ആരാണോ ചൊല്ലണത് അവർക്ക് എന്തുണ്ടാകും? സമ്പത്തിൽ അള്ളാഹു ബർക്കത്തുണ്ടാകും. സമ്പത്തിൽ അള്ളാഹു ബർക്കത്തിൽ ചൊല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, രോഗങ്ങളില്ലാതെ മരിക്കണം. എല്ലാവരുടെ ആഗ്രഹം രോഗം. എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം, റബ്ബേ കിടത്തിക്കളയുന്ന രോഗങ്ങൾ നൽകല്ല റബ്ബേ. എന്താ പറയണ്ടേ? കിടത്തിക്കളയും. നമ്മൾ പറയും ഉസ്താദ് എൻ്റെ മക്കളും നോക്കൂല. ഇപ്പൊ ഞാൻ പറയും, ഞാൻ ഇത്രയും വയലു പറഞ്ഞു, എന്റെ മക്കള് നാളെ എന്നെ നോക്കുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ എനിക്കില്ല. കാരണം എന്തേ? മക്കൾ അങ്ങനെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ തഴവ് ഉസ്താദ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? തഴവ് ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി. ഇപ്പൊ നിങ്ങളൊക്കെ ഞാൻ ഈ സ്വന്തം ഭാര്യ എന്ന് പറയാൻ കാരണം എന്തറിയോ? ചില ആളുകൾക്ക് സ്വന്തം ഭാര്യ അടുത്തുണ്ടെങ്കിലും വല്ലവന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കണതിൽ ഭയങ്കര താല്പര്യം. ചില ആളുകൾക്ക് സ്വന്തം ഭാര്യയ്ക്ക് തഴവ് ഉസ്താദ് കത്തെഴുതി. ആ കത്തിൽ തഴവ് ഉസ്താദ് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സമ്പത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ എല്ലാ ദിവസവും ഈ ദിക്ർ ചൊല്ലണം. 2, രോഗങ്ങളില്ലാതെ മരിക്കണമെങ്കിൽ, രോഗങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ദിക്ർ എന്ത് ചെയ്യണം? ചൊല്ലണം. ചൊല്ലിയാ നിങ്ങൾക്കൊള്ള, ഞാൻ ചൊല്ലി എനിക്കൊള്ള. ഏതാ? ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട. തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയോ മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ചൊല്ല് ലാ ഹൗല. ഏതാ ദിക്ർ? ഏതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവർക്ക് എന്ത് ചെയ്യും? അല്ലാഹു കൊടുക്കണ എന്താ? അല്ലാഹു സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കും. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട. തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരിക്കലും ചിട്ട തെറ്റിപ്പോകാൻ പാടില്ല. ശക്ക് കാരണം, സംശയം കാരണം ചിട്ട തെറ്റിപ്പോകാൻ പാടില്ല. അലസതയാലൊഴിക്കരുതേ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ദിവസം 313 ചൊല്ലിയാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണം? എത്ര ചെല്ലണം? 313 ചെല്ലണം. ഒരു ദിവസം 100 ചൊല്ലിയാൽ എന്ത് ചെയ്യണം? പിറ്റേ ദിവസം 100 ചെല്ലണം. ഒരു ദിവസം സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ പിറ്റേ ദിവസം സുബഹിക്ക് ശേഷം ചൊല്ലണം. അങ്ങനെ കൃത്യമായി ലാ ഹൗല ചൊല്ലി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പൊ അതെന്ത് ചെയ്യണം? എല്ലാ ദിവസവും ചൊല്ലണം. ഇനി ചില ആളുകളുണ്ട്, നാളെ രാവിലെ എന്തെന്നറിയോ? നമ്മുടെ ഈ അങ്കണി മുഖർ കമ്പാറ് പരിസരത്ത് രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് ഒരു 100ന്റെ തസ്ബീഹ് മാല എടുത്തിട്ട് ഒരു 100 ലാ ഹൗല ചൊല്ലും. ലാ ഹൗല ചൊല്ലിയിട്ട് മാറിക്കിടന്ന് ഉറങ്ങാം. അപ്പൊ ആമിനാത്ത വന്നിട്ട് പറയും, ഇച്ച പണിക്ക് പോണില്ലേ? അപ്പൊ ഇച്ച പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ വന്ന് ഉസ്താദല്ലേ പറയാം 100 ലാ ഹൗല ചൊല്ലിയാലേ പൈസ കിട്ടും, അതുകൊണ്ട് ഞാൻ 100 ലാ ഹൗല ചൊല്ലിട്ടുണ്ട്, പണിക്കൊന്നും പോണില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരിക്കട്ടെ, ഈ മതലിക്ക് ഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ലാ ഹൗല ചൊല്ലും വേണം, പണിക്കും പോകണം. ലാ ഹൗല ചൊല്ലും വേണം, അടക്കത്തോട്ടത്തിൽ പോകണം. അപ്പൊ എന്ത് ചെയ്യും? അള്ളാഹു സമ്പത്തിൽ ബർക്കത്തിൽ. പൈസ ഉണ്ടാ? എത്ര? ഹുസൈൻ ലുലുവോ? നമ്മളാണ് ലുലു എന്ന് വെച്ചത്. നിങ്ങൾ ഈ നാട്ടുകാരനാ? അല്ല. ഹുസൈൻ ലുലു ഇപ്പൊ ദ്വാരക്കണം, ഒന്ന് ഓർമ്മിച്ചേക്കണം. ഹുസൈൻ ലുലു 3000 രൂപ. പിന്നെ ഇവനും ദ്വാരക്കണം. ഇത് തന്ന പാനീയം തന്ന
പൈസ ഒക്കെ പ്രസിഡന്റ് ഏൽപ്പിച്ചത്. പ്രസിഡന്റ് പിന്നെ മരിച്ചാക്ക് വേണ്ടി ഒരു സ്ത്രീ 200 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഹുസൈനെ ഇത് മറക്കല്ലേ. അപ്പൊ ഇനി ലാഹൗല കഴിഞ്ഞാല് ഇനി എന്താ ചെയ്യണ്ടേ? രോഗങ്ങളില്ലാതെ ജീവിക്കാൻ, രോഗങ്ങളില്ലാതെ മരിക്കാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ചോറ് കഴിച്ചായിരുന്നോ? ചോറ് കഴിക്കാത്തതുണ്ടെങ്കിൽ കൈവയ്ക്കപ്പാ. ചോറ് കഴിക്കാത്ത ധൈര്യത്തിൽ പോയിക്കോ. മക്കളെ. ഭക്ഷണം കഴിക്കാത്തതുണ്ടെങ്കിൽ കൈവയ്ക്കപ്പാ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊന്നും പൊക്കരുതൊക്കെ കഴിച്ചാ. ഒരാള് അത് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോ. ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഭക്ഷണം ഇവിടെ ഇല്ല. ഏതാപ്പാ? ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ശിഫയതു മുഴുക്കയാക്കിയതാ. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. ചോറൊന്നും ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല, വിളമ്പി നിലത്ത് പൊഴിയാൻ പാടില്ല. ഈ ചില കാറ്ററിങ്ങിന് പോണ മക്കളുണ്ട്. 500 രൂപ മട്ടൻ ബിരിയാണി കിട്ടുമെന്ന് പറയുമ്പോൾ ഓടിപ്പോണ ചില മക്കളുണ്ട്. പോയിട്ട് ഈ മട്ടൻ ബിരിയാണി വിളമ്പുമ്പോൾ പെണ്ണിന്റെ വയറ്റിലോട്ടും നേരെ ചെറുക്കന്റെ മൂക്കിലോട്ടും നേരെ ഇട്ട് കൊടുക്കുന്ന ചില കാറ്ററിംഗുകാരുണ്ട്. പാടില്ല. ഭക്ഷണം വിളമ്പുമ്പോ ചോറ് കളയരുതേ, ചോറൊന്നും ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല, വിളമ്പി നിലത്തു പൊഴിയരുതേ. 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ശിഫയത് മുഴുക്കയാക്കിയതാ. ആരെങ്കിലും ഒരാൾ ചോറ് കളയാതെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ബറക്കത്തുണ്ട്, ശിഫയുണ്ടെന്ന് ബഹുമാനപ്പെട്ട തലവ ഉസ്താദ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹുസൈൻ ലുലു 3000 രൂപ. അതുപോലെ നമുക്ക് ഇത് തന്ന വെള്ളം തന്നതിന് വരുന്ന റഹ്മാന് 200 രൂപ എന്നൊരു സഹോദരൻ. അല്ലാഹുവേ 3 പേരെയും നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങൾ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹലാലാകുന്ന മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹു സർവരെയും സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യാ, ഇനി ബാക്കിയുള്ള സഹോദരിമാരൊക്കെ എന്ത് ചെയ്യാ, നാളെ വരുമ്പോ പൈസ കൊണ്ട്, പൈസ അല്ല പേര് കൊടുക്കുക. 100 100. ഇനി സ്വർണ്ണം കൂരാൻ പറ്റുന്നതിനാണ് എന്ത് ചെയ്യുക, ഇവര് കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഹൈറിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയൊന്നുമില്ലല്ലോ, എന്താ ചെയ്യല്ലേ? ഇനി വയ്യ. ഇനിയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇനിയുണ്ടോ? പൈസ ഉണ്ടോ? ഇനി ദുആ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, എല്ലാവരും വന്നൊന്ന് മുസാഫ്. ഇനി ഉസ്താദ് ഞങ്ങളുടെ പൈസ ഇല്ല, ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. എന്ത് ചെയ്യാ, ഒന്നൊന്ന് മുസാഫ് ചെയ്ത് ആ സ്നേഹബന്ധം ഇനി എൻ്റെ കൈ പിടിക്കൂല എന്ന് വാശിയുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലപ്പ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ സ്നേഹബന്ധം അള്ളാഹു സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 5-ന് ഉംറയ്ക്ക് പോകും. അപ്പം എന്ത് ചെയ്യാ, അതെല്ലാം പരിപൂർണമായി കബൂലാകാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു കബൂൽ. ഈ കൊല്ലം ഹജ്ജിന് പോണവർ ഉണ്ടോ? അങ്ങനെ ഹജ്ജിന് പോണവരുണ്ടോ? ആരാ? പോണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു യാത്രയിലൊക്കെ അള്ളാഹു ബറക്കത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റയ്ക്ക് ഒറ്റ ഭാര്യ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറിലാക്കുമാറാവട്ടെ. അള്ളാഹു ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ളവരെന്ത് ചെയ്യുക, നാളെ കൊടുക്കുക. നാളെ നേരത്തോടെ കൂടെ 10 മണിയാ? 9 ആവല്ലേ? ഇവിടെ ലക്ഷണമൊന്നും പ്രശ്നമൊന്നുമില്ല. 9 മണിക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങും. ഇൻഷാ നിർത്തണത് വരുന്ന ഉസ്താദ്മാർ ഇതുപോലെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് 9 എത്താനായിട്ടാണ്. ഇപ്പം കാനങ്ങാടല്ലേ ജോലി അല്ലേ? അവിടെ കമ്മിറ്റിക്കാർ പ്രശ്നം ഉണ്ടാവും. അള്ളാഹു ഹൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇവിടെ വാഴ പറയുന്ന ഉസ്താദന്മാരെല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വേറെ ഒന്നുമില്ലല്ലോ, വേറെക്കല്ലേ? അപ്പം പെണ്ണുങ്ങൾ മറക്കരുത്, കാരണം നിങ്ങൾ വന്നിരുന്നതിൻ്റെ വാടക ഇങ്ങനെ എന്ത് ചെയ്യണം, കൊടുക്കണം നമ്മൾ ഇന്റർലോക്കിന്. അപ്പം ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, നിങ്ങളും കൂടെ ഒന്ന് ശ്രമിച്ചാൽ അൽഹംദുലില്ലാഹ്, ഞാൻ 2 വാള ഊരിയാൽ തീരാന്നേ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, അപ്പം ആ അറ്റത്ത് നീ അറ്റം വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. പള്ളിയൊക്കെ ഇൻഷാ അല്ലാഹ് 2 ഉണ്ട്, ബാക്കിയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം.
രണ്ടുപേർ ഇൻഷാ അല്ലാഹ് അതൊക്കെ അടുത്ത ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. അപ്പൊ എനിക്ക് വേണ്ടി ദ്വാരക്കൂലേ? ഇൻഷാ അല്ലാഹ് പവർ പോരാ, ദ്വാരക്കൂലേ? കാരണം കേസുണ്ട്, ബഹളമുണ്ട്, പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഞാൻ ഓടി വരുന്നത്. എനിക്ക് മിനിഞ്ഞാന്ന് ഇവിടെ ഈ പാണത്തൂർ ഭാഗത്തായിരുന്നു. എനിക്ക് ഇന്നലെ കോടതിയിൽ ഒരു കേസുമായിട്ട് ഒരു പ്രസംഗിച്ചിട്ടൊരു കേസുണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിൽ ഹാജരാണ് ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാ ഖൈറിലാക്കും. നാളെ ഇവിടെ കന്നാടം മക്കാം, അത് കാരങ്ങാട് പറയുന്നത് അല്ലേ? കന്നാടം കാനങ്ങാട് ഭാഗം ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും, എവിടെയെങ്കിലും എത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ വഅലിലും യാത്രയിലും ഒക്കെ അള്ളാഹു ബറക്കത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആ ചെയ്ത് എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്നേഹത്തോടുകൂടി പിരിയുക. ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, വന്ന് മുസാഫ ചെയ്തിട്ട് എന്ത് ചെയ്യുക എല്ലാവരും. ഇനി പൈസ ഇല്ല ഉസ്താദേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ താളൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വരിക, ഒന്ന് കൈപിടിക്കുക. സ്നേഹബന്ധം സ്വർഗ്ഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എണ്ണീക്കോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ എണ്ണിച്ചാൽ മതി. ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോ, അല്ലെങ്കിൽ ആ ശാപം കൂടെ കേൾക്കാൻ വയ്യാതാ. അതായത് അടുത്തോട്ട് പോയാ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇപ്പോഴല്ല മുസാഫത്ത് ദുആ കഴിഞ്ഞിട്ടൊന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد. അർഹമ റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ സർവ്വ അമലുകളും സ്വീകരിക്കണേ റബ്ബേ. 9:30 മണിക്ക് തുടങ്ങിയതാണ് റബ്ബേ, 10:30 കഴിഞ്ഞു, 11:30 കഴിഞ്ഞു, 12:30 മണിയായി റബ്ബേ. 3 മണിക്കൂർ പറഞ്ഞു റബ്ബേ. ഈ സാധുക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ. അല്ലാഹുവേ, നെഞ്ചുപൊട്ടി ഇത്രയും നേരം ഇവിടെ നിന്നുകൊണ്ട് വഅദ് പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് റബ്ബേ. അതിനു പകരം നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാരെ സ്നേഹിച്ചവര്, സഹായിച്ചവർ സർവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം കൊടുക്കണേ റബ്ബേ. ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ് റബ്ബേ. സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവന്റെ ഭാര്യ മക്കൾ സർവർക്കും ഹൈർ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹക്കീമിനെ കബൂലാക്കണേ അല്ലാഹ്. അവന്റെ ബിസിനസ്സിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഷിഹാബിന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഈ നാട്ടിലെ അലീക്ക പോലെ മറ്റുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട് റബ്ബേ. പേരറിയുന്നവരും പേരറിയാത്തവരുമുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടിന്റെ പണികളിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്.